هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ നഷ്ടപ്പെടുത്താതെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിന്റെ ഒരു ദിവസം ജീവിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബാക്കിയുള്ള സുദിനങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം നൽകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നോമ്പിനെ പോലെ പ്രധാനപ്പെട്ട ഒരു തൂണാണ് സക്കാത്ത് എന്നത്. എന്നാൽ മുസ്ലിമീങ്ങളിലെ പലരും ആ വിഷയത്തിൽ അശ്രദ്ധയിലാണ്. വേണ്ടതുപോലെ ആ വിഷയത്തെ പരിഗണിക്കുന്നില്ല. പലരുടെയും സാമ്പത്തിക അവസ്ഥ എടുത്ത് പരിശോധിച്ചാൽ സക്കാത്തിന്റെ വിഷയത്തിൽ ലാഘവത്വം കാണിക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. നമുക്കറിയാം, ദാനധർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധമായ ദാനമാണ് സക്കാത്ത്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതായിട്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 5 സ്തംഭങ്ങളുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നാലാമത്തെ സ്തംഭമാകുന്ന നോമ്പിനേക്കാൾ മുമ്പേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതാണ് സക്കാത്ത്, നിങ്ങൾ സക്കാത്ത് നൽകണമെന്ന്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൽ പലയിടത്തും നിസ്കാരത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി പറഞ്ഞ വിഷയമാണ് സക്കാത്ത്. ചില ഹദീസുകൾ പരിശോധിച്ചാൽ ആ ഹദീസുകൾ റമദാനുമായി ബന്ധപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിനെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, അഖീമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും വആതു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകുകയും ചെയ്യണമെന്ന നിർബന്ധ കൽപ്പനയോടുകൂടി സൂറത്തു ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മറ്റൊരു ആയത്തിൽ കാണാം, സൂറത്തു തൗബയിൽ കാണാം, ഖുദ് മിൻ അംവാലിഹിം സദഖ, പ്രവാചകരെ നിങ്ങൾ അവരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കണം, സക്കാത്ത് വാങ്ങണം. അത് തുതഹിറുഹും വ തുസക്കീഹിം ബിഹാ, അങ്ങനെ നിന്റെ കൂടെയുള്ളവരിൽ നിന്ന് നീ സക്കാത്ത് ശേഖരിക്കുന്നതിലൂടെ, സക്കാത്ത് വാങ്ങുന്നതിലൂടെ അവരെ നീ ആ സക്കാത്ത് കൊണ്ട് സംസ്കരിക്കുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അവരുടെ സമ്പത്തിനെ തഹൂറാക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇസ്ലാമിന്റെ മുൻഗണനാ ക്രമത്തിൽ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കണമെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പന നൽകി യമനിന്റെ മണ്ണിലേക്ക് ദഅവത്തിന് വേണ്ടി ദാഇയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുകയാണ്.
ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശം ഇമാം ബുഖാരിയെ പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. മുആദ് ഉദ്ഉഹും ഇലാ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ആദ്യമായി ആ ജനതയോട് അഹ്ലുൽ കിതാബിന്റെ അഥവാ ബഹുദൈവ വിശ്വാസികളായ അവരെ നീ ആദ്യമായി ക്ഷണിക്കേണ്ടത് ഇസ്ലാമിന്റെ തൗഹീദിലേക്കാണ്. വഅന്നി റസൂലുള്ളാഹ്, ഞാൻ പ്രവാചകനാണ്, എന്നിൽ വിശ്വസിക്കുവാൻ, അതുപോലെ തന്നെ അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന ഏകദൈവ സന്ദേശത്തിലേക്ക് അവരെ ക്ഷണിക്കണം. ഫൈൻഹും അതാഉ ലിദാലിക, അതവർ അംഗീകരിച്ചാൽ ഫഅലിംഹും അന്നല്ലാഹ ഖദ് ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്ത്, അവരുടെ മേൽ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ഫീ കുല്ലി യൗമിൻ വലൈല, ഒരു ദിവസത്തിൽ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ് എന്ന സന്ദേശത്തിലേക്ക് പിന്നീട് നീ അവരെ ക്ഷണിക്കണം. അങ്ങനെ തൗഹീദ് അംഗീകരിച്ച നിസ്കാര മുറ പോലെ നിർവഹിക്കാൻ അവർ തയ്യാറാണെങ്കിൽ അടുത്തതായി നീ അവരോട് പറയേണ്ടത് ഫഅലിംഹും അന്നല്ലാഹ ഇഫ്തറ അലൈഹിം സ്വദഖ, അവരുടെ മേൽ ഫീ അംവാലിഹിം, അവരുടെ ധനത്തിൽ നിന്ന് നിർബന്ധമാണ് സക്കാത്ത് അഥവാ സ്വദഖ എന്നിവിടെ പരിചയപ്പെടുത്തിയത് സക്കാത്താണ്. അഥവാ സക്കാത്ത് നൽകണം. ഇസ്ലാമിന്റെ 3ാമത്തെ സ്തംഭത്തിലേക്ക് അവരെ ക്ഷണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തൗഹീദുള്ള നിസ്കാരം നിലനിർത്തുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നിർബന്ധമായും അവൻ സക്കാത്ത് നൽകണം. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്, അതുപോലെ തന്നെ വർധനമെന്നാണ് സക്കാത്ത് എന്നതിന്റെ ഭാഷാർത്ഥമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള സക്കാത്തുകൾ അവൻ നൽകണം. അതിലൊന്ന് സക്കാത്തുൽ നഫ്സാണ്, നഫ്സിനുള്ള സക്കാത്ത് നൽകണം, അഥവാ മനസ്സിനെ ശുദ്ധീകരിക്കണം. അവിടെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് സക്കാത്ത് എന്ന വാക്കാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, തീർച്ചയായിട്ടും മനസ്സിനെ ശുദ്ധീകരിച്ച ഒരു മുസ്ലിം, ആത്മശുദ്ധി പ്രാപിച്ച ഒരു മുസ്ലിം, അവൻ വിജയിച്ചിട്ടുണ്ട്. രണ്ടാമത് സക്കാത്തുൽ ബദനാണ്, അവന്റെ ശരീരത്തിൽ അവൻ സക്കാത്ത് നൽകണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റമദാനിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ച ഒരു മുസ്ലിം റമദാനിൽ തനിക്ക് വന്നുപോയിട്ടുള്ള പാകപ്പിഴവുകൾക്ക് നാവ് കൊണ്ട്, അതുപോലെ തന്നെ അവന്റെ ശരീരം കൊണ്ട് അവന് സംഭവിച്ച വീഴ്ചകൾ അത് പരിഹരിക്കപ്പെടാനുള്ള ഒരു മാധ്യമമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് സക്കാത്തുൽ ഫിത്ർ നൽകണമെന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഒരു സക്കാത്താണ് സക്കാത്തുൽ മാൽ, സമ്പത്തിന്റെ സക്കാത്ത് നൽകണമെന്നത്. ഒരു മുസ്ലിം ആത്മാർത്ഥമായ ഇഖ്ലാസോടുകൂടി തന്റെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നൽകുന്നതിലൂടെ അവന്റെ സമ്പത്തും മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് സക്കാത്തിന്റെ നിബന്ധനകൾ? സക്കാത്ത് നൽകേണ്ട ഒരു മുസ്ലിം ആരാണ്? തന്റെ സമ്പത്തിന് ഒരു നിശ്ചിത പരിധി എത്തിയാൽ, നിസ്വാബ് എത്തിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആ സമ്പത്തിന് തന്റെ അക്കൗണ്ടിൽ 1 വർഷം തികഞ്ഞാൽ, ഹൗലെത്തിയാൽ, ഈ 2 പ്രധാനപ്പെട്ട നിബന്ധനകൾ ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ അവൻ നിർബന്ധമായും സക്കാത്ത് നൽകണം. അവൻ സക്കാത്ത് നൽകാത്തിടത്തോളം കാലം ഇസ്ലാമിന്റെ അച്ചുതണ്ടിൽ അവന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രവാചകന് മാത്രം ഞങ്ങൾ സക്കാത്ത് നൽകിയാൽ മതി എന്ന് വാദിച്ചുകൊണ്ട് മതത്തിൽ നിന്ന് ഒരു വിഭാഗം ഈ ഒരു വാദം ഉന്നയിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ്. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, സക്കാത്ത് നൽകാത്തവരോട് യുദ്ധമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവരുടെ ഒട്ടകത്തെ കെട്ടുന്ന കയറാണ് സക്കാത്തായി പ്രവാചകൻ നിശ്ചയിച്ചത് എങ്കിൽ ആ കയർ അവർ തരാനാലും സക്കാത്തായി നൽകാത്തതിന്റെ പേരിലാണെങ്കിലും ഞാൻ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അഥവാ സക്കാത്തിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഒരു മുസ്ലിം സക്കാത്ത് നൽകണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിചയപ്പെടുത്തി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇത് റമദാനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഒരാൾ സക്കാത്ത് നൽകേണ്ടത് 1 വർഷം എത്തിയാലാണ്, അഥവാ ചന്ദ്രമാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇസ്ലാം ഹിജ്റ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് സക്കാത്ത് നൽകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കഴിഞ്ഞ റമദാനിൽ സക്കാത്ത് നൽകിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അടുത്ത വർഷം തികയുന്നത്, ഹൗലെത്തുന്നത് ഈ റമദാനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഥവാ നിസ്വാബ് എത്തിക്കഴിഞ്ഞാൽ, ഹൗല് തികഞ്ഞാൽ, 1 വർഷം തികഞ്ഞാൽ, ഈ 2 നിബന്ധനകൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും അവൻ സക്കാത്ത് നൽകണം. ഇനി ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? 8 അവകാശികളുണ്ട്. സൂറത്ത് തൗബയിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. അവരല്ലാത്തവരിലേക്ക് സക്കാത്തിന്റെ വിഹിതം നൽകിയാൽ അത് ശരിയാകുകയില്ല, അത് സ്വതക്കയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ, ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത്? പാവപ്പെട്ട ദരിദ്രന് സക്കാത്ത് കൊടുക്കണം. വൽ മസാകിൻ, അതുപോലെ തന്നെ സാധുവിന് മിസ്കീനിന് സക്കാത്ത് കൊടുക്കണം. വൽ ആമീന അലൈഹാ, ആ സക്കാത്തുകൾ പിരിച്ചെടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് സക്കാത്തിൽ നിന്നൊരു ഓഹരിയുണ്ട്.
വൽ മുഅല്ലഫതി ഖുലൂബുഹും, അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ഹൃദയം ഇണക്കപ്പെട്ടവർക്ക്, അവർ ഒരുപക്ഷെ ഇസ്ലാമിൽ എത്തിയിട്ടില്ലെങ്കിലും അവരുടെ ഹൃദയം ഇസ്ലാമിലാണ്, അങ്ങനെ ഇണക്കപ്പെട്ടവർക്ക് സക്കാത്തുണ്ട്. വഫിരിഖാബി, അടിമമോചനത്തിന് സക്കാത്തുണ്ട്. വൽഗാരിമീന, കടബാധ്യത മൂലം നെരുങ്ങി ജീവിക്കുന്ന കടക്കണിയിൽ കുടുങ്ങിയ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ, ഒരു മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ സക്കാത്ത് നൽകേണ്ടതുണ്ട്. വഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോകുന്ന ആളുകൾക്ക് അതിനുവേണ്ടി, യുദ്ധത്തിന് വേണ്ടി സക്കാത്തിന്റെ വിഹിതം മാറ്റിവെക്കാം. വബിനി സബീൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യാത്ര ചെയ്തവൻ, അഥവാ തന്റെ നാട്ടിൽ സമ്പന്നനാണെങ്കിലും അവൻ യാത്രക്കാരനാണ്, യാത്രയിൽ എല്ലാം നഷ്ടപ്പെട്ടു, ഇനി അവന് തിരിച്ച് തന്റെ നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ ആ നാട്ടിൽ താമസിച്ചതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകണം, എങ്കിൽ അവന് ആ ദിവസങ്ങളിൽ അവന് കഴിഞ്ഞുകൂടുവാനും നാട്ടിലേക്ക് എത്തുവാനുമുള്ള ആ വിഷയത്തിൽ സകാത്തിന്റെ വിഹിതത്തിൽ നിന്ന് അവനെ സഹായിക്കാമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഫരീദത്തൻ മിനല്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള നിർബന്ധ കൽപ്പനയാണ്. അഥവാ സകാത്തിന്റെ അവകാശികൾ 8 ആണെന്ന് സൂറത്ത് തൗബയുടെ 60-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സകാത്ത് നൽകാത്തവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദാനധർമ്മങ്ങൾ 2 വിധമാണ്. ഒന്ന് നിർബന്ധമായ ദാനധർമ്മവും, 2 സുന്നത്തായ ദാനധർമ്മവും. സുന്നത്തായ ദാനധർമ്മമാണ് ഐച്ഛികമായ ദാനം എന്ന് പറയുന്നത്. സക്കാത്ത് കൂടാതെ അള്ളാഹുവിന്റെ പ്രീതിക്കായി നൽകുന്ന ദാനധർമ്മങ്ങളാണ്. സ്വതക പോലുള്ള സ്വതക സമ്പത്തിന് കുറക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. മറിച്ചത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അതിന് ഇരട്ടി പ്രതിഫലം നൽകും. പ്രത്യേകിച്ചും റമദാൻ എന്നത് സ്വതക്കയുടെ മാസമാണ്. ഇരട്ടി പ്രതിഫലം ലഭിക്കും. വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വിധം രഹസ്യമായി സ്വതക്ക നൽകണമെന്നാണ് ഇസ്ലാമിന്റെ ആഹ്വാനം. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ അവർ ഉൾപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മരണശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ള സുന്നത്തായ ദാനധർമ്മങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആളുകൾക്ക് വെള്ളം കുടിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക, മദ്രസ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പള്ളി നിർമ്മിക്കുക, അതിന്റെ പരിപാലനത്തിന് വേണ്ടി നമ്മുടെ സമ്പത്ത് മാറ്റിവെക്കുക എന്നത് മരണശേഷവും മുറിയാതെ നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഐച്ഛികമായ ദാനധർമ്മം. മറ്റൊന്ന്, രണ്ടാമത് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നിർബന്ധമായ സക്കാത്ത് നാം അറിയേണ്ടത്. അതിൽ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹിജ്റ വർഷക്കാലത്തേക്ക് തന്റെ കൈവശം, തന്റെ ബേസിക് ബാലൻസ് ആയി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ കച്ചവട വസ്തുക്കളോ കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാണ്. ഒരു ഹിജ്റ വർഷക്കാലം അഥവാ ഒരു വർഷം, അതിനാണ് ഹൗല് തികയുക എന്ന് പറഞ്ഞത്. തന്റെ കൈവശം ബേസിക്കായി ബാലൻസ് ആയിട്ടുള്ളത് 595 ഗ്രാം വെള്ളിക്ക് സമാനമായ തുക കറൻസി, അതാണ് അതിന്റെ നിസാബ് എന്നത്. അത് കറൻസിയാകാം, കച്ചവട വസ്തുക്കളോ കൈവശമുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് നൽകൽ നിർബന്ധനാണ്, ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് 595 ഗ്രാം വെള്ളിയുടെ മൂല്യം എന്താണ് എന്ന് നിർബന്ധമായി നമ്മൾക്ക് പരിശോധിക്കണം. നമ്മുടെ കയ്യിൽ ഒരു കൊല്ലം എത്തിയതിന് സമയത്ത് ആ തുകയുണ്ടെങ്കിൽ അതിന് മുഴുവനായും സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നിസാബ് എത്തണമെന്നത് ഇതാണ്. നിസാബ് തുക, എന്നിട്ട് ഹൗല് തികയുക. ഈ 2 ബാധ്യതയുണ്ടെങ്കിൽ നിർബന്ധമായും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സക്കാത്ത് നൽകേണ്ടവരാണ്. അല്ലാതെ നാട്ടിലുള്ള കോടീശ്വരന്മാർ മാത്രം സക്കാത്ത് നൽകുക എന്നത് ബാലിശമായ വാദമാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് സക്കാത്ത് നൽകുന്നത് ഈമാനുള്ളവരുടെ അടയാളമാണ്. കാരണം എന്താ? നമ്മുടെ കഴിവ് ഉപയോഗിച്ചു, നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയ ആ സമ്പത്തിന്റെ 2% നമ്മുടേതല്ല എന്ന് പറയുമ്പോൾ അത് പാവപ്പെട്ടവർക്ക് നൽകണമെങ്കിൽ അല്പം ഈമാൻ വേണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ജയിച്ചിട്ടുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, എങ്ങനെയുള്ള വിശ്വാസികൾ? ഭക്തിയോടുകൂടി റബ്ബിനെ പേടിച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്ന വിശ്വാസികൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മയച്ചകരമായ കാര്യത്തെ തൊട്ട് വിട്ടകലുന്ന ഒരു മുസ്ലിം. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് നൽകുന്ന ഒരു മുസ്ലിം അവൻ വിജയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സകാത്ത് നൽകാത്തവർ മുശ്രിക്കുകളുടെ സ്വഭാവമുള്ളവരാണ്. സകാത്ത് നൽകാൻ നിസാബെത്തി ഹൗലെത്തി അവൻ സക്കാത്ത് നൽകേണ്ടവനാണ്. പക്ഷേ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവനൊരു മുശ്രിക്കിന്റെ സ്വഭാവമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിനോട് തെളിവെന്താണ്? ഖുൽ നബിയേ, നീ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്, പക്ഷേ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്.
അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. എനിക്ക് നൽകപ്പെട്ട വഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അതുകൊണ്ട് ഫസ്തഖീമു ഇലൈഹി, നിങ്ങൾ നേരെ ചൊവ്വ അല്ലാഹുവിനെ നിലകൊള്ളുക. വസ്തഗ്ഫിറൂഹു, അല്ലാഹുവിനോട് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. എന്നിട്ട് ഖുർആൻ പറയുന്നു വവൈലുൽ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകരായ മുശ്രിക്കീങ്ങൾക്ക് നാശമാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അല്ലദീന ലാ യുഅ്തൂന സക്കാത്ത, അവർ സക്കാത്ത് നൽകുന്നില്ല. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ, അവർ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നില്ല. അന്ത്യദിനത്തിൽ വിശ്വസിക്കാത്ത സക്കാത്ത് നൽകാത്തവരാണ് മുശ്രിക്കുകൾ. അവർക്ക് നാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അഥവാ സക്കാത്ത് നൽകാൻ അവകാശിയായ ഒരു മുസ്ലിം സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അവനൊരു മുശ്രിക്കിന്റെ സ്വഭാവം അവനുണ്ട് എന്നാണ് സൂറത്ത് ഫുസ്സിലത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് സക്കാത്ത് നൽകിയാൽ സക്കാത്തിലൂടെ ശുദ്ധീകരണം നടക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, പ്രവാചകരെ നീ സക്കാത്ത് അവരിൽ നിന്ന് പിരിച്ചെടുക്കണം. അപ്പൊ ഒരു സംഘടിത സ്വഭാവത്തിലാണ് സക്കാത്ത് നൽകേണ്ടത്. തോന്നുന്നവർക്ക് എന്തെങ്കിലും കൈമടക്കുകൾ നൽകുകയല്ല വേണ്ടത്. അത് കൃത്യമായി കണക്ക് കൂട്ടി നിസാബ് അനുസരിച്ച് ഒരു ഹൗൽ എത്തിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായും സക്കാത്തായി നൽകണം. ഏറ്റവും നല്ല രൂപത്തിൽ അത് നടപ്പിലാക്കുന്ന ഒരു മാതൃക പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖ, നീ അവരിൽ നിന്ന് സക്കാത്ത് പിരിച്ചെടുക്കുക. ആ സക്കാത്തിലൂടെ അവർ ശുദ്ധീകരിക്കുന്നു, അവർക്ക് സംസ്കരണം ഉണ്ടാകുന്നു. വസല്ലി അലൈഹിം, അങ്ങനെ ആൾക്കാര് സക്കാത്തിന്റെ മുതൽ നമ്മെ ഏൽപ്പിക്കുന്ന സമയത്ത് മറ്റൊരു സന്ദേശം വിശുദ്ധ ഖുർആൻ നൽകണം. വസല്ലി അലൈഹിം, പ്രവാചകരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സക്കാത്ത് നീ പിരിച്ചെടുക്കുന്ന സമയത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ സമ്പത്ത് നിനക്ക് തരുന്ന സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇന്ന സ്വലാത്തക സക്കനുൽ ലഹും, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഒരു സമാധാനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. വഅഖീമുസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരം നിർവഹിക്കണം. വആതു സക്കാത്ത, നിങ്ങൾ സക്കാത്ത് കൊടുക്കൂ. വഅതിഉർ റസൂല, നിങ്ങൾ പ്രവാചകന് അനുധാവനം ചെയ്യൂ. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്ക്. അപ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള ഒരു നിബന്ധനയായി അല്ലാഹു പറയുന്ന കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. സ്വർഗ്ഗം ലഭിക്കുവാനുള്ള മാനദണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം എന്താണ്? സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഒരു മനുഷ്യൻ വന്നു പ്രവാചകനോട് പറയുന്ന അഖ്ബിർനി ബിഅമലിൻ, എനിക്കൊരു കാര്യം പ്രവർത്തനം അറിയിച്ചു തരണം. യുദ്ഖിലുനി അൽ ജന്നത, എന്നെ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തഅബുദുല്ലാഹ, നീ അല്ലാഹുവിനെ ആരാധിക്കണം. സ്വർഗ്ഗത്തിൽ പോണെങ്കിൽ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികു ബിഹി ഷൈഅ, അങ്ങനെ ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശിർക്ക് ചെയ്യാൻ പാടില്ല. അല്ലാഹുവിൽ ഒരു ചെറിയ ചരടിൽ പോലും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ നീ ചെയ്യേണ്ടത്, സ്വർഗ്ഗം കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം? തൗഹീദ് വേണം, ശിർക്ക് ചെയ്യരുത്, നിസ്കരിക്കണം. സകാത്ത് കൊടുക്കണം. കുടുംബബന്ധം ചേർക്കണമെന്ന്. അപ്പം സകാത്ത് കൊടുക്കണമെന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിനാണ് പഠിപ്പിക്കുന്നത്. സകാത്ത് കൊടുക്കുക എന്നത് സ്വർഗ്ഗത്തിൽ പോകുവാനുള്ള മാനദണ്ഡമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്. എട്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗ്ഗത്തിൽ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ ആയിരിക്കും സകാത്ത് കൊടുത്തവർ. ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പ്രവാചകന്റെ അരികിലേക്ക് വന്നിട്ട് പറയണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അറഅയ്ത, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇൻ ഷഹിദു, ഞാൻ സാക്ഷ്യം വഹിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നത് അല്ലാഹുവല്ലാതെ ഇലാഹില്ല, നിങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതനാണ്. വസല്ലൈതു സ്വലവാത്തിൽ ഖംസ, എന്നിട്ട് ഞാൻ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കും. വസുംതു ശഹ്റ വകുംതു റമളാന, ഞാൻ റമളാനിൽ നോമ്പനുഷ്ഠിക്കും, റമളാനിൽ ഇന്ന് നമസ്കരിക്കുകയും ചെയ്യും. എന്നിട്ട് വആതൈതു സക്കാത്ത, ഞാൻ സക്കാത്ത് കൊടുക്കുകയും ചെയ്യും. ഈ ഹദീസിലുള്ള പരാമർശം തന്നെ റമളാനിനോട് ചേർത്തി സക്കാത്തിന് പറയാം. പ്രവാചകരെ, ഞാൻ റമളാനിൽ നോമ്പനുഷ്ഠിച്ച് റമളാനിൽ ഇന്ന് നമസ്കരിച്ച് സക്കാത്ത് കൊടുത്താൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നീ പറഞ്ഞതുപോലെ ആരെങ്കിലും ജീവിച്ചു ഇങ്ങനെ ജീവിച്ചു മരിച്ചാൽ അവൻ സുദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒമ്പതാമത്, പ്രിയപ്പെട്ടവരെ, സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ, സക്കാത്ത് നൽകേണ്ട 1 രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട്, സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സക്കാത അംവാലിഹിം, ആരെങ്കിലും സക്കാത്ത് തടഞ്ഞാൽ ഇല്ലാ മുനിഉൽ ഖദ്റ മിനസ് സമായി, അവർക്ക് മഴ ലഭിക്കാതെ അവനെ പരീക്ഷിക്കുമെന്നാണ്.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സക്കാത്ത് നൽകാത്തവരുണ്ടായിട്ടും ആ നാട്ടിൽ മഴ ലഭിക്കാനുള്ള കാരണം എന്താണ്? അവിടെ മറ്റുള്ള ജീവജാലങ്ങൾ ഇല്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും സക്കാത്ത് നൽകാതെ തടഞ്ഞു വെച്ചാൽ അവരെ വരൾച്ച കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സക്കാത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ആഭരണത്തിന്റെ സക്കാത്ത്, പ്രത്യേകിച്ചും സ്വർണത്തിലൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും സ്വർണത്തിന്റെ ഒക്കെ സക്കാത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഈമാനൊന്നും പോരാ. ആഭരണത്തിന്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിൽ കാണാം, അബൂ ദാവൂദ് ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്നംറഅതൻ അത്ത റസൂലുള്ളാഹ്, ഒരു പെണ്ണ് പ്രവാചകന്റെ അരികിലേക്ക് വരികയാണ്. വമഅ ഇബ്നതുല്ലഹ, ആ സ്ത്രീയുടെ കുട്ടിയും ആ സ്ത്രീയുടെ കയ്യിലുണ്ട്. വഫിയദി ബിനതിഹാ മസ്കതാനി ഗലീദതാനി മിൻ ദഹബി, രണ്ട് വലിയ സ്വർണ്ണവള അഥവാ സക്കാത്തിന്റെ പരിധിയെത്തിയ വലിയ രണ്ട് സ്വർണ്ണവള ആ കുട്ടിയുടെ കൈകളിലുണ്ട്. പ്രവാചകൻ ആദ്യം ചോദിക്കണം, ഇതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ലാ, കൊടുത്തിട്ടില്ല പ്രവാചകരെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയസുറുകി അൻ യുസബ്ബിറകില്ലാഹു ബിഹിമാ യൗമൽ ഖിയാമത്തി സിവാറൈനി മിൻ നാരിൻ, നിന്നെ നാളെ പരലോകത്ത് നരകത്തിൽ വെച്ച് രണ്ട് തീയിന്റെ വള നിന്റെ കൈകളിൽ ഇട്ടു തരുന്നത് നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിക്കാണ്. ഇത് കേട്ടുടനെ തന്നെ അത് അയക്കുകയും അവൾ ഇടുകയും ചെയ്ത സ്ത്രീ അവരുടെ ഈമാനിന്റെ ശക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചും സഹോദരിമാരോട് സക്കാത്ത് നൽകാൻ അതിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള സ്വർണമുണ്ടെങ്കിൽ അത് സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ പരലോകത്ത് പടച്ചോൻ വെറുതെ വിടില്ല. അതുകൊണ്ട് ഇന്നത്തെ സ്വർണത്തിന്റെ വില വെച്ച് കൂട്ടി നോക്കി വിശ്വാസികൾ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. മാമിൻ സ്വാഹിബി ദഹബിൻ വലാ ഫിദ്ദ, ഒരു സ്വർണം ഉടമപ്പെടുത്തിയ വെള്ളി ഉടമപ്പെടുത്തിയ ഒരാൾ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹു, അതിന്റെ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമത്തി സുഫിഹത് ലഹു സഫായു മിന്നാ, ആ സ്വർണത്തിന്റെ ആ വെള്ളിയുടെ നിധികളെ ഫലകങ്ങളാക്കി മാറ്റുകയും ഫർമി അലൈഹാ ഫീ നാരി ജഹന്നമ, അതുകൊണ്ട് ചൂട് വെക്കപ്പെടുകയും ചെയ്യും. ഫയഖുവാ ബിഹാ ജംബുഹു വജബീലുഹു വദഹറുഹു, അവരുടെ നെറ്റിയുടെ ഭാഗത്തും പാർശ്വഭാഗത്തും പുറത്തുമെല്ലാം അതുകൊണ്ട് ചൂട് വെക്കപ്പെടുമെന്ന് ഇമാം മുസ്ലിം ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരന്മാർ ശ്രദ്ധിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഗവർണറായ സമയത്ത് അദ്ദേഹത്തിന് കത്ത് എഴുതാണ്. മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസ റളിയല്ലാഹു അൻഹുവിന് കത്ത് എഴുതിയിട്ട് പറഞ്ഞു, അൻമുർ മിൻ ഖിബലിക മിൻ നിസാഇൽ മുസ്ലിമീൻ, നീ അവിടുത്തെ മുസ്ലിം സ്ത്രീകളോട് കൽപ്പിക്കണം, അബൂ മൂസ അവരുടെ ആഭരണത്തിൽ നിന്ന് അവർ സക്കാത്ത് നൽകണമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർണത്തിന്റെ അഥവാ സ്വർണം എന്നത് അതിന്റെ 10.5 പവനോ അതിൽ കൂടുതലോ കൈവശമുണ്ടെങ്കിൽ കൈവശമുള്ള മൊത്തം സ്വർണത്തിന്റെ 2.5% സക്കാത്തായി നൽകണം. 10.5 പവൻ കഴിഞ്ഞിട്ട്, അങ്ങനെയാണ് ചില ആളുകൾ മനസ്സിലാക്കിയത്. 14 പവൻ ഉണ്ടെങ്കിൽ 10.5 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സക്കാത്ത് കൊടുത്താൽ അത് ശരിയല്ല. മൂലധനം പ്ലസ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം അഥവാ 10.5 പവൻ കഴിഞ്ഞാൽ 10.5 പവനിൽ നിന്ന് എത്ര കൂടുതലുണ്ടോ അതിന് മുഴുവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വർണം 10.5 പവനോ അതിൽ കൂടുതലോ കൈവശമുണ്ടെങ്കിൽ കൈവശമുള്ള മൊത്തം സ്വർണത്തിന്റെ 2.5% സക്കാത്തായി നൽകണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സക്കാത്ത് കണക്കൂട്ടേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തന്റെ കൈവശമുള്ള കറൻസി ആണെങ്കിൽ കറൻസി, അന്ന് തന്റെ കൈവശമുള്ള ആ കറൻസിയും, അതുപോലെ തന്നെ തന്റെ അക്കൗണ്ടിലുള്ള മറ്റുള്ള പണം ആ കറൻസിയും, തന്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ ഇപ്പോഴത്തെ വിലയും കൂട്ടി നോക്കുക. ഇവയെല്ലാം കൂട്ടിയ ശേഷം കിട്ടുന്ന ആകെ തുകയുടെ 2.5% സക്കാത്ത് കൂട്ടേണ്ടത്. അഥവാ 595 ഗ്രാം വെള്ളിയുടെ മൂല്യം തന്റെ കൈകളിൽ ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് കൈവശം എത്രയുണ്ടോ അത് മാത്രമേ പരിഗണിക്കപ്പെടേണ്ടതുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൈവശമുള്ളതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ചെലവായി പോയതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ആ വർഷം ചെലവായി പോയതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഏതുപോലെ കുറച്ചുപാട് എളുപ്പത്തിൽ പറഞ്ഞാൽ, നമുക്ക് ശമ്പളം കിട്ടുന്നു, ബിൽഡിങ്ങിന്റെ വാടക ലഭിക്കുന്നു, നമുക്ക് മറ്റുള്ള ലാഭമുണ്ട്, കൈകളിൽ മറ്റുള്ള കച്ചവട വസ്തുക്കൾ തുടങ്ങി തന്റെ കൈകളിലേക്ക് വരുന്ന മറ്റുള്ള കറൻസിയും കച്ചവട വസ്തുക്കളുമെല്ലാം ഒരു സക്കാത്തിന്റെ അക്കൗണ്ടിലാണ് വീഴുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ഒരു ഹിജ്റ വർഷം പൂർത്തിയാകുമ്പോഴേക്കും എന്റെ സക്കാത്തിന്റെ അക്കൗണ്ടിൽ എത്ര തുകയുണ്ട്, അഥവാ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ എത്ര തുകയുണ്ട്, അതിന്റെ 2.5% സക്കാത്തായി നൽകേണ്ടത്. ചിലവായി പോയ സംഖ്യ പരിഗണിക്കേണ്ടതില്ല എന്ന് ചുരുക്കം.
ഇതാണ് സക്കാത്ത് കണക്ക് കൂട്ടേണ്ട ശരിയായ രീതി. ഈ കയ്യിലുള്ള തുകയുടെ 2.5% കണക്കാക്കാൻ വളരെ സിമ്പിൾ ആണ്. അഥവാ നമ്മുടെ കൈകളിൽ മൊത്തം എത്ര സംഖ്യയുണ്ടോ അതിനെ 40 കൊണ്ട് ഹരിച്ചാൽ അതിന്റെ 2.5% നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന അൻസലൽ മാല ലിഖാമി സ്വലാത്തി വഇതാഇ സക്കാത്ത്. പൈസ ഇറക്കിയത് അല്ലാഹു പറഞ്ഞു എന്ന് പ്രവാചകൻ പറയാം. പണം ഇറക്കിയത്, സമ്പത്ത് കൊടുത്തത് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനുമാണ് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള പണം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണമാണ് പ്രിയപ്പെട്ടവര്. ആ പരീക്ഷണത്തിന് ഒന്ന് നന്ദി കാണിക്കണം, നമ്മുടെ കൈകളിലുള്ള സമ്പത്തിന് നന്ദി കാണിക്കണം. 2 ആ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടണം, അത് ഹലാലാകണം, അത് മ്ലേച്ഛമാകാൻ പാടില്ല. അത് 2നുള്ള മാർഗമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. ഞാൻ ആമുഖമായി കേൾപ്പിച്ചത് സൂറത്ത് തൗബയിലെ വചനമാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ. ചില ആളുകൾ സ്വർണ്ണം വെള്ളിയൊക്കെ ഇങ്ങനെ സമ്പത്തായി അത് നിധിയായി ശേഖരിക്കുന്ന ആളുകളുണ്ട്. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തീരെ ചെലവഴിക്കാതെ അത് നിധിയായി എടുത്തു വെക്കുന്ന ആളുകളുണ്ട്. പ്രവാചകരെ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. നരകത്തിൽ അവരെ ചുട്ട് പഴുപ്പിക്കപ്പെടും. എന്നിട്ട് അവരുടെ നെറ്റിയിൽ ചൂട് വെക്കപ്പെടും. ശരിക്കും മിക്കുവ എന്ന് പറയും, ഇസ്തിരിപ്പെട്ടിക്ക് അറബിയിൽ മിക്കുവ എന്ന് പറയും. ആ പദമാണ് ഇവിടെ പ്രയോഗിച്ചത്. അവരുടെ നെറ്റിയിൽ ഇസ്തിരി വെക്കപ്പെടും. അവരുടെ പാർശ്വഭാഗങ്ങളിൽ, അവരുടെ മുതുകുകളിൽ. എന്നിട്ട് പറയും ങ്ങൾ ദുനിയാവെന്ന് സമ്പാദിച്ചത് അൻഫുസിക്കും, നിങ്ങളുടെ ദേഹത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി സമ്പാദിച്ചുണ്ടാക്കിയത് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കണം. അതൊരു ഫദൂഖു, നിങ്ങൾ ശരിക്കും ആസ്വദിച്ചോളൂ. മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സമ്പാദിച്ചത് എന്ന് സകാത്ത് കൊടുക്കാത്തവരോട് പറയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക. ഈ വിഷയം ശരിക്കും നമ്മൾ മുഖവിലക്കെടുത്ത് അതിന് സക്കാത്ത് നൽകേണ്ടവരാണെങ്കിൽ ആ ബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ വസ്സലാത്തുല്ലാഹി വസ്സലാമുഹു അലാ അഫ്ദലിർ റസൂൽ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖുല്ലാഹി വഅല്ലാഹ്. സഹോദരങ്ങളെ, നമ്മൾ പരിശുദ്ധ റമദാനിലാണ്. റമദാൻ എന്നത് ഒരു വലിയ അവസരമായി നമ്മൾ കാണണം. അഥവാ എണ്ണമറ്റ പുണ്യങ്ങൾ നേടിയെടുക്കുവാനും നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, റമദാൻ ചില ആളുകൾക്ക് ദുരന്തമായി മാറുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 വിഭാഗത്തിന് നാശമാണ്, അവർ മുഖം കുത്തിപ്പോട്ടെ, നശിക്കട്ടെ, ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് ബറക്കത്ത് വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന്, എന്റെ പേര് കേട്ടിട്ട് ഫലം യുസല്ലി അലയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവരുണ്ടെങ്കിൽ നശിക്കട്ടെ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അപ്പൊ പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. ഒരു റമദാൻ കിട്ടിയിട്ട് പാപങ്ങൾ ഒന്നും പടച്ചവൻ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനും നശിക്കട്ടെ. വാർദ്ധക്യമുള്ള ഉമ്മാനും ഉപ്പാനും കിട്ടിയിട്ട് അതിലൂടെ, അത് ഏറ്റവും വലിയൊരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അവന്റെ ജീവിതത്തിൽ അവന് ലഭിച്ച വാർദ്ധക്യമുള്ള ഉമ്മയും ഉപ്പയും. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വാർദ്ധക്യമുള്ള ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്, അത് സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. അവരെ കിട്ടിയിട്ട് സ്വർഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നശിക്കട്ടെ. അതുപോലെ തന്നെ ഈ 3 കാര്യങ്ങൾ പ്രവാചകൻ ഒന്ന് പറഞ്ഞത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് റമദാൻ കിട്ടി എന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി ചെയ്തു കൂട്ടിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും പാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള അവസരമായി ഈ പുണ്യ ദിനരാത്രങ്ങൾ കാണണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി, നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും അശ്രദ്ധരാകാൻ പാടില്ല പ്രിയപ്പെട്ടവര്. നാലാമതായി, സ്ത്രീകളോടാണ്, ഒരിക്കലും സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. സമയത്ത് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ വന്ന് ഏറ്റവും നല്ല കർമ്മം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അസ്വലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്ന് പറയണം. അപ്പൊ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അസ്വലാത്തു അലാ വഖ്തി. അതുപോലെ തന്നെ അഞ്ചാമതായി പ്രിയപ്പെട്ടവരെ, ഖുർആൻ പാരായണത്തിന്റെ വിഷയമാണ്. ഒരു അർഫിന് ഒരു കൂലിയുണ്ട്, അത് പിന്നെ 10 ഇരട്ടിയാക്കപ്പെടും. നിയ്യത്തിനനുസരിച്ച് അത് പിന്നെയും ഇരട്ടിയാക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് അവസരം ഉപയോഗപ്പെടുത്തണം. ആറാമതായി, അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ, സ്വതക്കയാണ്. അഥവാ സ്വതക്കയുടെ മാസമാണ് റമദാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ ഒരുപാട് നൽകുവാൻ ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. കാരണം ഈ ഇരട്ടി പ്രതിഫലമാണ്. നമ്മുടെ പള്ളിക്ക് ചില ബാധ്യതകളുണ്ട്. ഈ 4 ആഴ്ചകളും